ബിഗ് ബോസ് സീസൺ 7-ലെ പണിപ്പുര ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയാണ്. അത് ടാസ്ക് ഇങ്ങനെയാണ്: എല്ലാം ത്യജിക്കാൻ കഴിയുന്ന ഒരാൾ വേണം ഈ ടാസ്കിൽ മത്സരിക്കാൻ. അത് ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ബിഗ് ബോസ് പറയുന്നു. പക്ഷേ എല്ലാവരും ആ ഒരു തീരുമാനത്തിന് ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോഴത്തേക്ക് ക്യാപ്റ്റനായ ആര്യൻ നറുക്കിടാനായിട്ട് തീരുമാനിക്കുന്നു. എല്ലാവരുടെയും പേരെഴുതി അങ്ങനെ നറുക്കിടുന്നു. ആ നറുക്ക് വീഴുന്നത് ആദില നൂറയ്ക്കാണ്. അങ്ങനെ അവർ ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പം 3 കാർഡ് വെച്ചിരിക്കുകയാണ് കാണുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഓരോ കാർഡും എടുത്ത് നോക്കാൻ പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ കാർഡ് ഈ ഗെയിമിന് റെഡിയാണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് ഫാമിലികൾ, എല്ലാവരുടെയും ഫാമിലി നുള്ള വീക്കുകൾ ഇനി വരാൻ പോവാണ്, നിങ്ങൾ അതിൽ സന്തോഷമാണോ എന്ന് ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് ഇങ്ങനെ ഫാമിലി വീക്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ആരുടെയൊക്കെ ഫാമിലികൾ വരാനാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവർ ബിഗ് ബോസിനോട് പറയുന്നത് രേണ ഫാത്തിമയുടെ ഫാമിലി, പിന്നെ രേണു സുധിയുടെ ഫാമിലി, പിന്നെ ശരത്തിൻ്റെ ഫാമിലി. ശരത്ത് ഫാമിലിയെ കാണുമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് ശരത്തിൻ്റെ ഫാമിലിയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നാലാമത്തെ കാർഡ് എന്താണെന്ന് വെച്ചാൽ ത്യജിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ ഫാമിലികൾ ഈ അകത്തോട്ട് വരണോ, അതോ അവർ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് 750 പോയിൻ്റ് നേടി പണിപ്പുരയിൽ കയറി നിങ്ങളുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണോ, ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ത്യജിക്കാൻ പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് സാധനങ്ങൾ വേണ്ട, അവരുടെ ഫാമിലി വന്നാൽ മതി, അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ അവർ പണിപ്പുരയിലേക്ക് കയറുന്നത് ത്യജിച്ചിട്ട് അവർ ഈ തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ബിഗ് ബോസ് ഹൗസിലെ മറ്റ് മത്സരാർത്ഥികൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയും ഇവരെ എല്ലാവരും ചേർന്ന് കെട്ടിപ്പിടിക്കുകയും കൈകൊട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.